പ്രിയമുള്ള കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ് എന്ന ചാപ്റ്ററിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനൈറ്റി എന്താണ് എന്ന് മനസ്സിലാക്കുകയുണ്ടായി. അതുപയോഗിച്ചുകൊണ്ട് ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ഒരു ആപ്ലിക്കേഷനായ ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻസ് എങ്ങനെയാണ് ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് ഡയമെൻഷണൽ അനാലിസിസിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു ഇക്വേഷൻ തന്നെ നമുക്ക് അറിയില്ലെങ്കിൽ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക, ഡിറൈവിങ് ദ ഇക്വേഷൻസ് യൂസിങ് ഡയമെൻഷണൽ അനാലിസിസ്, അതാണ് ഇന്ന് ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ആപ്ലിക്കേഷനായി പഠിക്കാൻ പോകുന്നത്. ഡിറൈവിങ് ഇക്വേഷൻസ്. ഉദാഹരണമായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് മുന്നോട്ട് നീങ്ങാം. നമുക്ക് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിനുള്ള ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുക. സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും ഒരു ബോബ് ഒരു ചരട് ഉപയോഗിച്ച് തൂക്കിയിട്ടിരിക്കുന്നു. ഇതൊരു പെൻഡുലം തന്നെ ആവണമെന്നില്ല. എന്ത് മാസുള്ള ഒരു വസ്തുവും ഒരു ചരടിൽ തൂക്കിയിട്ടാൽ അതിനെ ഒരു പെൻഡുലം എന്ന് പറയും. അത് ഓസിലേറ്റ് ചെയ്യുകയാണ് രണ്ട് വശങ്ങളിലേക്കും. ഇങ്ങനെ ഒരു ഓസിലേഷൻ പൂർത്തിയാക്കാൻ ആവശ്യമായ സമയത്തെയാണ് ടൈം പീരീഡ് എന്ന് പറയുക. അതായത് ഒരരികത്ത് നിന്ന് തുടങ്ങി മറ്റേ അരികത്തെത്തി വീണ്ടും തിരിച്ച് അതേ പൊസിഷനിൽ എത്തിച്ചേരുക. അല്ലെങ്കിൽ മിഡ് പോയിൻറ്റിൽ തുടങ്ങി ഒരെൻഡിലേക്ക് എത്തി വീണ്ടും മറ്റേ എൻഡിലേക്ക് എത്തി മിഡ് പോയിൻറ്റിൽ എത്തിച്ചേരാനുള്ള സമയമാണ് അതിൻ്റെ ടൈം പീരീഡ്. ഈ ടൈം പീരീഡിനുള്ള ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഈ ഇക്വേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകാം എന്ന് നമ്മൾ ആദ്യമേ അസ്യൂം ചെയ്യുകയാണ്. നമുക്കറിയില്ല അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, നമ്മൾ ഗസ് ചെയ്യുകയാണ്. ഉദാഹരണത്തിന് ദ ടൈം പീരീഡ് മേ ഡിപ്പെൻഡ് അപ്പോൺ ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം. പെൻഡുലത്തിൻ്റെ നീളം അല്ലെങ്കിൽ ചരടിൻ്റെ നീളം. ലെങ്ത് ഓഫ് ദ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് ഓഫ് സസ്പെൻഷൻ മുതൽ ഈ ബോബിൻ്റെ മിഡ് പോയിൻ്റ് വരെയാണ് ലെങ്ത് ഓഫ് ദ പെൻഡുലം എന്ന് പറയുക. ഇതിൻ്റെ മിഡ് പോയിൻ്റ് വരെ. അപ്പോൾ ചരടിൻ്റെ നീളത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നീളം കൂടിയാൽ ചിലപ്പോൾ ആടാനെടുക്കുന്ന സമയം കൂടിയേക്കാം, നീളം കുറഞ്ഞാൽ ആടാനെടുക്കുന്ന സമയം കുറഞ്ഞേക്കാം എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. മറ്റൊന്ന്, ഇറ്റ് മേ ഡിപ്പെൻഡ് അപ്പോൺ ദ മാസ് ഓഫ് ദ ബോബ്. ബോബിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. മാസ് കൂടിയാൽ ചിലപ്പോൾ കൂടുതൽ സമയം എടുത്തേക്കാം ആടാൻ, മാസ് കുറഞ്ഞാൽ വേഗം തന്നെ ആടി തീർന്നേക്കാം. അങ്ങനെ നമുക്ക് അസ്യൂം ചെയ്യാം. മറ്റൊന്ന്, ഇറ്റ് മേ ഡിപ്പെൻഡ് അപ്പോൺ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. And we can also assume that it may depend upon the angle of swing. ഈ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് സ്വിങ് എന്ന് പറയുക. ആംഗിൾ കൂടുമ്പോൾ കൂടുതൽ സമയം എടുക്കുന്നു, അല്ലെങ്കിൽ ആംഗിൾ കുറയുമ്പോൾ പെട്ടെന്ന് തന്നെ ആടിത്തീരുന്നു എന്നൊക്കെ നമുക്ക് അസ്യൂം ചെയ്യാം. ഇതിലെല്ലാം ശരിയാവണമെന്നില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ ഇക്വേഷൻ അവസാനം നമുക്ക് കിട്ടുമ്പോൾ ടി മേ ബി പ്രൊപ്പോർഷണൽ ടു എൽ റേസ് ടു എ എം റേസ് ടു ബി ജി റേസ് ടു സി തീറ്റ റേസ് ടു ഡി. ഈ എ ബി സി ഡി എന്നിവ കണ്ടെത്തുന്നതോടെ നമ്മുടെ ഇക്വേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് നമുക്കൊരു കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇക്വേഷൻ ആക്കി മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്, ഡയമെൻഷൻലെസ് കോൺസ്റ്റൻ്റ് ആണ് കെ. എൽ റേസ് ടു എ എം റേസ് ടു ബി ജി റേസ് ടു സി ആൻഡ് തീറ്റ റേസ് ടു ഡി. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ 1. Our next step is take dimensional formula on each and every term on both sides. ഓക്കെ, എല്ലാ ടേമിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ടൈം പീരീഡ് ആണ്, അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ടൈം തന്നെയാണ്, ടി തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതിന് ഡയമെൻഷൻ ഫോർമുല ഇല്ല. എൽ ലെങ്ത് ആണ്, അപ്പോൾ എൽ റേസ് ടു എ അതുപോലെ തന്നെ. എം മാസാണ്, മാസിൻ്റെ ഡയമെൻഷൻ ഫോർമുല ക്യാപിറ്റൽ എം ആണ്. റേസ് ടു ബി ഉണ്ട്. ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, അപ്പോൾ ആക്സിലറേഷൻ്റെയാണ് നമ്മൾ എഴുതേണ്ടത്. എൽ ടി റേസ് ടു -2. റേസ് ടു സി ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ റേസ് ടു സി. തീറ്റ ആംഗിളാണ്, ആംഗിൾ ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ഡയമെൻഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ എഴുതേണ്ട ആവശ്യമില്ല. സോ ഇതൊന്ന് ബ്രാക്കറ്റൊക്കെ എക്സ്പാൻഡ് ചെയ്താൽ എൽ റേസ് ടു എ എം റേസ് ടു ബി, ഈ സി എന്നുള്ളത് രണ്ടിനും ബാധകമാണ്. എൽ റേസ് ടു സി ടി റേസ് ടു -2c. ഇനി ഇത് എം എൽ ടി എന്ന ഫോർമാറ്റിലേക്ക് മാറ്റുകയാണ്. എം റേസ് ടു ബി എൽ റേസ് ടു എയും ഉണ്ട് സിയും ഉണ്ട്, രണ്ടും കൂടി ചേർന്ന് എ പ്ലസ് സി
ടി റേസ് ടു മൈനസ് 2c. ലെഫ്റ്റ് സൈഡിൽ ടി മാത്രം. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇക്വേറ്റിംഗ് പവേഴ്സ് ഓൺ ബോത്ത് സൈഡ്സ്. ഓരോ ഭാഗത്തുമുള്ള എം, എൽ, ടി എന്നിവയുടെ പവറുകൾ രണ്ട് ഭാഗത്തും സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനൈറ്റി പ്രകാരം ഒരേ ഡയമെൻഷണൽ ഫോർമുല വരികയുള്ളൂ. അപ്പോൾ വലതുവശത്ത്, ഇക്വേഷൻ്റെ വലതുവശത്ത് എമ്മിന് മുകളിലുള്ള പവർ ബി ആണ്. ലെഫ്റ്റ് സൈഡിലോ എം തന്നെ ഇല്ല, അതുകൊണ്ട് എം ഇല്ലാത്തതുകൊണ്ട് പവറും ഇല്ല, 0 ആണ്. ഇനി വലതുവശത്ത് എല്ലിന് മുകളിലുള്ള പവർ എ പ്ലസ് സി ആണ്. ഇടതുവശത്ത് എൽ എന്നുള്ള ടേം ഇല്ല, അതുകൊണ്ട് പവർ 0 ആണ്. ഇനി വലതുവശത്ത് ടിയുടെ മുകളിലുള്ള പവർ -2c ആണ്. ഇടതുവശത്താണെങ്കിലോ ടിയുടെ മുകളിലുള്ള പവർ 1 ആണ്. സോ -2c = 1. അപ്പോൾ എ, ബി, സി എന്നിവ നമുക്ക് കിട്ടിയോ എന്ന് നോക്കുമ്പോൾ ബി = 0 എന്നുള്ളത് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. -2c = 1 എന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നും c is equal to, we will get -half. Using this value in this one, that is a minus half equal to 0. So a is equal to plus half. So we got a, b and c. Use these values in equation 1. We will get t is equal to k into equation 1 l raised to a. A യുടെ വാല്യൂ ഹാഫ് ആണ്, അപ്പോൾ l raised to half. m raised to b, m raised to b യുടെ വാല്യൂ 0 ആണ്. മൂന്നാമത്തത് g raised to c, c യുടെ വാല്യൂ -half ആണ്. തീറ്റ ഡയമെൻഷൻലെസ് ആയതുകൊണ്ട് നമ്മൾ ആദ്യമേ ഒഴിവാക്കിയതാണ്. സോ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. കെ എൽ റേസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എൽ ആണ്. എം റേസ് ടു 0 ഈസ് 1. ജി റേസ് ടു -half ഈസ് റൂട്ട് ജി ഇൻ ദ ഡിനോമിനേറ്റർ. സോ ഡിവൈഡ് ബൈ റൂട്ട് ജി. സോ ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം ടി ഈസ് ഈക്വൽ ടു കെ root of L by G. And by other methods we will get the value of K as equal to 2 pi. So the final equation will be T is equal to 2 pi into root of L by G. This is the equation for time period of a simple pendulum. So this is the method of getting an equation using dimensional analysis. അപ്പോൾ നമ്മൾ ആദ്യം അസ്യൂം ചെയ്ത പല കാര്യങ്ങളും ഇതിൽ നിന്ന് നമുക്ക് തള്ളിക്കളയേണ്ടി വന്നിട്ടുണ്ട്. അതായത് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു, അത് ശരിയാണ്. ലെങ്ത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്, ലെങ്ത്തിൻ്റെ റൂട്ടിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് ടൈം പീരീഡ്. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു, പക്ഷേ ഫൈനൽ ഇക്വേഷനിൽ മാസ് ഇല്ല. ദാറ്റ് ഈസ് ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മാസ് ഓഫ് ദ ബോബ്. നെക്സ്റ്റ് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു, അത് ശരിയാണ്. ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു, പക്ഷെ അത് ഇക്വേഷനിൽ വന്നിട്ടില്ല. അപ്പോൾ ആംഗിൾ ഇൻഡിപെൻഡൻ്റ് ആണ്, ആംഗിൾ ഓഫ് സ്വിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് അവസാനത്തെ ഇക്വേഷനിൽ കിട്ടി. സോ ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് ഡിറൈവിങ് ആൻ ഇക്വേഷൻ യൂസിങ് ഡയമെൻഷണൽ അനാലിസിസ്. ഓക്കെ, ഇത് കുറേ എക്സാമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത് പഠിക്കണം. മെത്തേഡ് എല്ലാത്തിൻ്റെയും ഒന്ന് തന്നെയായിരിക്കും. മറ്റൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് നമുക്കിതൊന്നും കൂടി പരിശീലിക്കാം. സെൻട്രിപീറ്റൽ ഫോഴ്സിനുള്ള ഇക്വേഷനാണ് നമ്മളിനി ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിൽ, അഭികേന്ദ്ര ബലം. സെൻട്രിപീറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു mv²/r. എം മാസാണ്, വി വെലോസിറ്റിയാണ്, ആർ റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്താണ്. അത് ഡിറൈവ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദ്യം ഉണ്ടാവുക. ഡിറൈവ് ദ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു mv²/r യൂസിങ് ഡയമെൻഷണൽ അനാലിസിസ്. അങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ നമ്മൾ എഫ് പ്രൊപ്പോർഷണൽ ടു എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഫൈനൽ ഇക്വേഷൻ നമുക്കിവിടെ തന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ക്വാണ്ടിറ്റീസ് മാത്രമേ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുകയുള്ളൂ. So we can say it is proportional to m, it is proportional to v and it is proportional to r. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? m raised to a, v raised to b, r raised to c. v raised to 2b എന്ന് എഴുതേണ്ട കാര്യമില്ല. 2 നമുക്ക് അവസാനം ഫൈനൽ ഇക്വേഷനിൽ കിട്ടാനുള്ളതാണ്. അതുപോലെ r ഡിനോമിനേറ്ററിലാണ് വരിക എന്നുള്ളത് നമുക്ക് കിട്ടും. -c എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ എഫ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആക്കി മാറ്റുകയാണ്. ഇക്വേഷൻ സൈൻ ഉപയോഗിക്കുന്നു. K m raised to a, v raised to b, r raised to c. That is equation 1. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു?
taking dimensional formulas on both sides. Okay. അപ്പം ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഫോർമുല mL(T⁻²). ദാറ്റ് ഈസ് ഈക്വൽ ടു കെയ്ക്ക് ഡയമെൻഷൻ ഇല്ല, എമ്മിന് എം തന്നെ m⁻⁴. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. അപ്പം L(T⁻⁻1)(b) ഉണ്ട് ഇവിടെ. r റേഡിയസ് ആണ് അല്ലെങ്കിൽ ലെങ്ത് ആണ്, L⁻⁶. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാം. m⁻⁴, L⁻⁵, T⁻⁻b, L⁻⁶. നെക്സ്റ്റ് ഈസ് m⁻⁴, എല്ലിന് ബിയും സിയും ഉണ്ട്, അപ്പോൾ L⁻b + c T⁻⁻b. ലെഫ്റ്റ് സൈഡിലുള്ളത് mL(T⁻²). നെക്സ്റ്റ് സ്റ്റെപ്പ് ഇക്വേറ്റിംഗ് പവേഴ്സ് ഓൺ ബോത്ത് സൈഡ്സ്. നേരത്തെ ചെയ്ത അതേ മോഡൽ തന്നെയാണ് ഇതും വരിക. പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുന്നു. എമ്മിന് മുകളിലുള്ള പവർ എ ആണ്, ലെഫ്റ്റ് സൈഡിൽ എമ്മിന് മുകളിലുള്ള പവർ 1 ആണ്. എല്ലിന് മുകളിലുള്ള പവർ b + c ആണ്, ലെഫ്റ്റ് സൈഡിൽ എല്ലിന് മുകളിലുള്ള പവർ 1 ആണ്. ടിയുടെ മുകളിലുള്ള പവർ -b ആണ്, ഈക്വൽ ടു ഇവിടെ ടിയുടെ മുകളിലുള്ള പവർ -2 ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടിയെന്ന് നോക്കാം. a = 1 കിട്ടിക്കഴിഞ്ഞു, -b = -2, അതുകൊണ്ട് b = 2. b = 2 എന്നുള്ളത് ഇതിലിട്ട് കൊടുത്താൽ 2 + c = 1. So c = 1 - 2, that is -1. So we have obtained a, b and c. So using these values in equation 1, we will get f is equal to k m⁻⁴, a is 1, v⁻b, b is 2, and r⁻c, r⁻c is -1. That is equal to k mv² divided by r. r⁻1 is 1/r. അപ്പോൾ നമുക്ക് f is equal to k mv²/r എന്ന് കിട്ടി. നമുക്ക് തന്ന ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ദ വാല്യൂ ഓഫ് k is equal to 1. So we have obtained the final equation f is equal to mv²/r. So this is the method of deriving an equation using dimensional analysis. Okay, clear ആയെന്ന് കരുതുന്നു. വേണമെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിളും കൂടി നോക്കാം. അടുത്ത ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനാണ്. പൊട്ടൻഷ്യൽ എനർജി is equal to mgh. Derive the relation PE is equal to mgh using dimensional analysis. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ ചെയ്ത അതേപോലെ let us say P proportional to 3 ക്വാണ്ടിറ്റീസ് ആണ് ഇവിടെ പറഞ്ഞത്, m⁻⁴, g⁻b, h⁻c. നെക്സ്റ്റ് സ്റ്റെപ്പ് PE is equal to a constant k m⁻⁴, g⁻b, h⁻c. That is equation 1. എല്ലാം ഒരേപോലെ തന്നെയാണ്. നെക്സ്റ്റ് എഴുതേണ്ടത് ടേക്കിംഗ് ഡയമെൻഷണൽ ഫോർമുലാസ് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുലയാണ് എഴുതേണ്ടത്. ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. mL²T⁻². ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഡയമെൻഷൻ ഇല്ലാത്തതാണ് m⁻⁴, g L⁻⁻2 ആണ് ആക്സിലറേഷൻ്റെത്, ⁻b, h എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്, അപ്പം ലെങ്ത് ആണ്, ⁻c. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു m⁻⁴. ഈ ബി ബ്രാക്കറ്റിനുള്ളിലാണ്, പുറത്താണ്, അതുകൊണ്ട് എല്ലാത്തിനും ബാധകമാണ്. L⁻b, T⁻⁻2b and L⁻c. That is equal to m⁻⁴, L⁻b യും c ഉണ്ട്, b + c T⁻⁻2b, mL²T⁻². Next is equating powers on both sides. Okay, എമ്മിന് മുകളിലുള്ള പവർ a ഈക്വൽ ടു ഇപ്പുറത്ത് 1, എല്ലിന് മുകളിലുള്ള പവർ b + c ഇപ്പുറത്ത് 2, ടിയുടെ മുകളിലുള്ള പവർ -2b ഈക്വൽ ടു ഇപ്പുറത്ത് -2.
So we have got a equal to 1 and minus 2b equal to minus 2. That means 2b equal to 2. So b is equal to 2 by 2, that is equal to 1. And putting the value of b in this equation, we will get 1 plus c equal to 2. So c is equal to 2 minus 1 equal to 1. So a equal to 1, b equal to 1 and c equal to 1. So let us put these values in equation 1. P is equal to k m raised to a g raised to b and h raised to c. That is equal to k m g h. P is equal to k m g h എന്ന് നമുക്ക് കിട്ടി. And from comparing to the question, we will get the value of k as equal to 1. So the final equation is obtained as P is equal to mgh. Okay. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യേണ്ടത്. ഒരേ മെത്തേഡ് തന്നെയാണ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണോ അതിലുള്ളത് അതിനെ റേസ് ടു എ, റേസ് ടു ബി, റേസ് ടു സി എന്ന രീതിയിൽ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഇട്ട് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഈക്വൽ ടു സൈൻ ഇടുക. അത് കഴിഞ്ഞിട്ട് ഡയമെൻഷണൽ ഫോർമുല എടുക്കുക. അത് കഴിഞ്ഞിട്ട് എം എൽ ടി എന്നുള്ള ഫോർമാറ്റിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുക. ശേഷം പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുക. അതിൽ നിന്നും എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ എന്താണോ നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ അത് എത്തിച്ചേരും. ഓക്കെ. അപ്പോൾ ഇത് മറ്റൊരു ആപ്ലിക്കേഷനാണ് ഡയമെൻഷണൽ അനാലിസിസിൻ്റെ. അപ്പോൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് ഡയമെൻഷൻ അനാലിസിസിന് ചില ലിമിറ്റേഷൻസ് കൂടി ഉണ്ട് എന്നാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും ചില ലിമിറ്റേഷൻസ്, അല്ലേ? വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസ്? ഇപ്പോൾ നമ്മൾ 3 എക്സാമ്പിൾസ് ചെയ്തതിൽ 3ലും കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഞാൻ പറഞ്ഞു തരികയാണ് ചെയ്തത്. ഇതിൽ k ഈക്വൽ ടു 1 എടുത്തോ അല്ലെങ്കിൽ 2π എടുത്തോ എന്ന് കമ്പയർ ചെയ്താൽ നമുക്ക് കിട്ടും എന്നൊക്കെ പറയല്ലാതെ നമുക്കൊരിക്കലും അത് ഡയറക്റ്റായിട്ട് അതിൻ്റെ വാല്യൂ കിട്ടുന്നില്ല. അപ്പോൾ കോൺസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. സോ ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. ഒന്നാമത്തെ ലിമിറ്റേഷൻ, കോൺസ്റ്റൻസ് കിട്ടില്ല. അതുപോലെ ആംഗിൾസ് ഇക്വേഷനിലുണ്ടെങ്കിൽ, ഇക്വേഷനിൽ ആംഗിൾസ് ആക്ച്വലി ഇൻവോൾവ് ആവുന്നുണ്ടെങ്കിൽ നമുക്കതും പറയാൻ പറ്റില്ല. കാരണം ആംഗിളിന് ഡയമെൻഷൻ ഇല്ലാത്തതുകൊണ്ട്. കോൺസ്റ്റൻസ്, ആംഗിൾസ്, ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ലൈക്ക് സൈൻ തീറ്റ, കോസ് തീറ്റ അതുപോലെയുള്ള കാര്യങ്ങൾ അത് ഡയമെൻഷണൽ അത് ഇക്വേഷനിലുണ്ടെങ്കിൽ അതും നമുക്ക് കിട്ടില്ല. അതുപോലെ എക്സ്പൊണൻഷ്യൽസ്, ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്, ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആൻഡ് എക്സ്പൊണൻഷ്യൽസ്. എക്സ്പൊണൻഷ്യൽസ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എന്ന് വരുന്ന കാര്യങ്ങൾ, അതുപോലെയുള്ളതൊന്നും ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിറൈവ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ. രണ്ടാമത്തെ കാര്യം, ഇഫ് ദ ഇക്വേഷൻ ഇൻവോൾവ്സ് മോർ ദാൻ 3 unknown quantities, that equation also cannot be derived using dimensional analysis. അതായത് ഇക്വേഷനിൽ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ അപ്പുറം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡിറൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് P ഈസ് ഈക്വൽ ടു mgh നമ്മൾ ഡിറൈവ് ചെയ്തു. അതേസമയം നാലാമത്തെ ഒരെണ്ണം കൂടി ആ ഇക്വേഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇക്വേഷൻസ് എയും ബിയും സിയും ഡിയും സോൾവ് ചെയ്തെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. സോ വി കനോട്ട് ഡിറൈവ് ഇക്വേഷൻസ് കണ്ടെയ്നിങ് മോർ ദാൻ 3 unknown quantities. Okay. And the third limitation is that if the equation involves the sum or difference of 2 or more terms, that equation also cannot be derived using dimensional analysis. 2 ടേംസിൻ്റെ സമ്മായിട്ടോ അല്ലെങ്കിൽ ഡിഫറൻസ് ആയിട്ടോ ഉള്ള ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ചെയ്തതെല്ലാം പ്രോഡക്റ്റ് ഫോമിലോ അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ ഫോമിലോ ഉള്ള ഇക്വേഷൻസ് മാത്രമാണ്. ഇപ്പോൾ v ഈക്വൽ ടു u പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. കാരണം അത് ശ്രമിക്കാൻ പറ്റില്ല, ശ്രമിച്ചാൽ നമുക്ക് കിട്ടില്ല. കാരണം എന്താ, ഇടയ്ക്കൊരു പ്ലസ് ഉണ്ട്. നമ്മൾ തുടങ്ങുമ്പം പ്രോഡക്റ്റായിട്ടാണ് എം റൈസ് ടു എ, എൽ റൈസ് ടു ബി ഇൻറ്റു ജി റൈസ് ടു സി, അങ്ങനെ പ്രോഡക്റ്റായിട്ടാണ് എടുക്കുന്നത്. എവിടെയാണ് പ്ലസ്സോ മൈനസോ ഇടേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സമ്മോ ഡിഫറൻസോ ഉള്ള ഇത്തരം ഇക്വേഷൻസിനെ ഡിറൈവ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. സോ ദാറ്റ് ഈസ് ദ തേർഡ് ലിമിറ്റേഷൻ. And the fourth one is that an equation which is dimensionally correct may not be actually correct. ഡയമെൻഷനലി കറക്റ്റ് ആയതുകൊണ്ട് ഇക്വേഷൻ പൂർണ്ണമായും ശരിയാവണമെന്നില്ല. ഇപ്പോൾ മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന ഇക്വേഷൻ
ചെക്കിംഗ് ദ കറക്റ്റ്നെസ്സിന് തരുമ്പോൾ നമുക്ക് ഇത് കറക്റ്റാണെന്ന് നമുക്കറിയാം. പക്ഷേ ഹാഫ് എന്നുള്ളതിന് പകരം നമ്മൾ 10 എന്നോ 500 എന്നോ 1000 എന്നോ എഴുതിയാൽ പോലും നമ്മുടെ ഇക്വേഷനിൽ ഡയമെൻഷനലി ഇൻകറക്റ്റ് ആവുന്നില്ല. അപ്പം ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ് എന്നുള്ളത് അത് പൂർണ്ണമായും ശരിയാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവല്ല. ഇറ്റ് ഈസ് ഓൺലി എ പ്രിലിമിനറി ചെക്കിംഗ്. Okay, so these are the 4 limitations. ഒന്ന്, angles, constants, trigonometric functions, exponentials, etc. cannot be derived. രണ്ടാമത്തത്, if it involves more than 3 unknown quantities, that equation cannot be derived using dimension analysis. മൂന്നാമത്തെ limitation, if the equation involves the sum or difference of 2 or more terms, that also cannot be derived using dimensional analysis. And fourth one is, an equation which is dimensionally correct may not be actually correct. ഓക്കെ, അപ്പോൾ ഈ ഭാഗങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. ഇതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് എക്സർസൈസായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കി. ഈ മെത്തേഡ് തറോ ആയിരിക്കണം. ഏതൊരു ഇക്വേഷനെയും ഡയമെൻഷനലി നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ.